കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് കൃഷ്ണ സഹോദരിമാർ. അതിൽ തന്നെ ദിയ കൃഷ്ണയുടെ വിവാഹവും പ്രണയവുമെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ്. അശ്വിൻ ഗണേശുമായുള്ള വിവാഹശേഷം ഇരുവരും പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വ്ലോഗുകളുമെല്ലാം നിമിഷനേരം കൊണ്ടാണ് വൈറലാകാറുള്ളത്. എന്നാൽ പുറമേ കാണുന്ന ഈ ഹാപ്പി കപ്പിൾ ചിത്രങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യമാണിത്. ദിയയും അശ്വിനും തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടോ? ദിയയുടെ ചില ഇൻസ്റ്റഗ്രാം സ്റ്റോറികളും ലൈക്കുകളുമാണ് ഇപ്പോൾ ഈ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വ്ലോഗുകളിൽ ദിയയും അശ്വിനും അതീവ സന്തോഷവാന്മാരായി കാണപ്പെടാറുണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിലെ ദിയയുടെ ചില നീക്കങ്ങൾ ആരാധകരിൽ സംശയമുണർത്തുന്നു. ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഭർത്താവിൽ നിന്നും അർഹിച്ച പരിഗണന ലഭിക്കാത്ത അവസ്ഥ, ഭർത്താവ് തന്റെ അമ്മയ്ക്ക് അമിത മുൻഗണന നൽകുന്നത് കൊണ്ട് ഭാര്യ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന റീലുകളും പോസ്റ്റുകളുമാണ് ദിയ സ്ഥിരമായി ലൈക്ക് ചെയ്യുന്നതും പങ്കുവയ്ക്കുന്നതുമെന്നാണ് നെറ്റിസൺസ് കണ്ടെത്തുന്നത്. ഇതോടെയാണ് ദിയയുടെ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടെന്ന രീതിയിലുള്ള ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായത്. ഈ ചർച്ചകൾ കൊഴുക്കുന്നതിനിടയിലാണ് പണം ചെലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെക്കുറിച്ച് മുൻപ് ദിയ പറഞ്ഞ ചില വാക്കുകൾ വീണ്ടും വൈറലാകുന്നത്. ദിയ എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ കണക്ക് പറയുന്നതെന്ന് പലരും വ്ലോഗുകളിൽ വന്ന് കമന്റ് ചെയ്യാറുണ്ടെന്ന് ദിയ തന്നെ സമ്മതിക്കുന്നു. അതിന് ദിയ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിലെറിഞ്ഞാലും അളന്നെറിയണം. പണം വകതിരിവില്ലാതെ വലിച്ചെറിഞ്ഞ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി എന്തെറിഞ്ഞാലും അത് അളന്നെറിയും. ദിയയുടെ ഈ വാക്കുകൾ കേട്ട് തൊട്ടടുത്ത് അശ്വിൻ ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ വാക്കുകൾ അശ്വിനെ ഉദ്ദേശിച്ച് തന്നെയാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കാരണം അശ്വിന് വാങ്ങി നൽകുന്ന ലക്ഷറി സാധനങ്ങളെക്കുറിച്ചും വിദേശ യാത്രകൾക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുമെല്ലാം ദിയ പലപ്പോഴും വ്ലോഗുകളിൽ എടുത്തു പറയാറുണ്ട്. ഇത് അശ്വിനെ കുറിച്ച് കാണിക്കുന്നതിന് തുല്യമാണെന്ന് മുൻപും കമന്റ് ബോക്സിൽ വിമർശനം ഉയർന്നിട്ടുമുള്ളതാണ്. പ്രമുഖ ചർച്ചാവേദിയായ റെഡിറ്റിൽ ദിയയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. വിവാഹ ജീവിതത്തിൽ തുടക്കത്തിലുള്ള ആ ഹണിമൂൺ കാലഘട്ടം പെട്ടെന്ന് അവസാനിച്ചെന്നും ദിയ ഇപ്പോൾ കടുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടുകയാണെന്നുമാണ് പലരുടെയും വിലയിരുത്തൽ. ഈ വിവാഹം ഒരു എടുത്തുചാട്ടമാണെന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചിരുന്നതായും എന്നാൽ പെട്ടെന്നൊരു വിവാഹവും കുഞ്ഞും വേണമെന്നത് ദിയയുടെ കടുത്ത തീരുമാനമായിരുന്നു എന്നതും റിപ്പോർട്ടുകളുണ്ട്. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ ഒരുക്കി നൽകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അശ്വിൻ അവഗണിക്കുകയാണെന്ന് വരെ ചിലർ വാദിക്കുന്നു. എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും വെറും ഹേറ്റേഴ്സിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്നുമുള്ള ദിയയുടെ ആരാധകർ പറയുന്നത്. കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് അശ്വിൻ ഇപ്പോൾ പൂർണ്ണമായും ദിയയുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് അധികം കൂട്ടുകാരൊന്നും കൂടെ ഇല്ലാത്തതിനെ കുറിച്ചും ദിയ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുൻകാല പ്രണയങ്ങളിലും സൗഹൃദങ്ങളിലും താൻ സാമ്പത്തികമായും ക്രൂരമായും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ദിയ വെളിപ്പെടുത്തിയത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവമായിരുന്നു തന്റേത്. സ്നേഹിക്കുന്ന ആളെയോ സുഹൃത്തിനെയോ മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരെ വരെ ദിയ സഹായിക്കുമായിരുന്നു. ഇത്തിരി സ്നേഹത്തോടെ സംസാരിച്ചാൽ ആരെയും വിശ്വസിക്കുന്ന ആ സ്വഭാവം തന്നെയാണ് ദിയയ്ക്ക് വിനയായത്. കൂടെ നിന്നവർ തന്നെയായിരുന്നു ദിയയ്ക്ക് പണി കൊടുത്തുകൊണ്ടിരുന്നത്. എവിടെ പോയി ഭക്ഷണം കഴിച്ചാലും ബില്ല് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകും. ദിയ കൊടുത്തോളും എന്ന് പറയും. ആദ്യമൊക്കെ അത് വലിയ കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് തന്റെ കാർഡാണ് എപ്പോഴും ഉരയ്ക്കുന്നതെന്നും തന്നെ വല്ലാതെ ഉപയോഗിക്കുകയാണെന്നും ദിയ തിരിച്ചറിഞ്ഞു. സങ്കടകരമായ കാര്യം, ഇങ്ങനെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതിനു ശേഷം അവർ ദിയയെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നതാണ്. എന്നാൽ അശ്വിൻ അങ്ങനെയൊന്നുമല്ല. തന്നെ പ്രേമിച്ച് പ്രശസ്തനാകാൻ അശ്വിൻ നോക്കിയിട്ടില്ലെന്നും ഒരു സുഹൃത്തായിരുന്ന കാലത്ത് പോലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അശ്വിൻ തന്നെ സമീപിച്ചിട്ടില്ലെന്നും ദിയ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. പഴയ വ്ലോഗിലെ ദിയയുടെ വാക്കുകളും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ലൈക്കുകളുമാണ് ഈ വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത്. ഇത് കേവലം ഗോസിപ്പുകൾ മാത്രമാണോ അതോ ഈ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ദിയയ്ക്കോ അശ്വിനോ മാത്രമേ കൃത്യമായി അറിയാൻ സാധിക്കൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക.